ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നൈറ്റിലേക്ക് കുറുക്കുണ്ടാക്കുകയാണ്. ഞാനും കുഞ്ഞു കുട്ടികളുടെ മാതിരി കുറുക്കുണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതെൻ്റെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ്. 2 ആഴ്ചയോളമായി ഞാൻ ഡയറ്റ് തുടങ്ങാമെന്ന് തുടങ്ങാൻ പറ്റാതിരിക്കുന്നു. ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പീരീഡ്സ് കാര്യങ്ങൾ വന്നുകൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ മൊത്തത്തിൽ എല്ലാം കൂടെ ലാഗായിട്ടോ. ഈ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ ഭക്ഷണവും കാണുന്നിടത്തുനിന്ന് കിട്ടുന്നിടത്തുനിന്നൊക്കെ കഴിക്കുന്ന അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ചേഞ്ച് വരുത്താണ്. അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് ചോറൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ഡയറ്റൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ചോറില്ലാണ്ട് പറ്റില്ല എന്ന് പറയുമല്ലോ. മലയാളികൾക്ക് എന്നല്ല, എനിക്ക് ചോറില്ലാണ്ട് പറ്റില്ല. ചിലപ്പോൾ ഒരു 3-4 ദിവസം ചോറിൽ കഴിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മെൻ്റലി അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഡയറ്റ് എടുത്തപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തായിരുന്നു. എന്നാലും ഞാൻ ആ സമയത്ത് 2 ദിവസം കൂടുമ്പോൾ ഒരു നേരം ചോറൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. കാരണം നമുക്കത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഓപ്പറേഷനോടനുബന്ധിച്ച് എനിക്കൊരു 13 കിലോ കൂടി. പിന്നെ ഞാൻ ഡയറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്കൊരു 7 കിലോയോളം കുറഞ്ഞിരുന്നു. ഇനി വീണ്ടും ഒരു 5 കിലോ കൂടെ കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് 2026 തുടങ്ങാമെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. തുടങ്ങുന്ന കാണാനില്ല. അറിയാൻ പാടില്ല എന്താ കാര്യം എന്നുള്ളത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ 2026 പ്രത്യേകതയായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ നാളത്തോടു കൂടി ഇതൊന്ന് റുട്ടീനായി വരുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ്. കുറുക്കൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ ഒരു 2-3 സ്കൂപ്പ് നല്ല കയ്പ്പായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ആണോ അതെയോ ഈ റാഗിപ്പൊടിയുടെ പ്രത്യേകതയാണോ എന്നറിയില്ല. കാര്യം ശർക്കരയൊക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും നല്ല കയ്പ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു പഴം കൂടി എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാമെന്ന് കരുതി. പിന്നെ അത് പോകെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരു കയ്പ്പിൻ്റെ ഇതൊക്കെ ചവർപ്പൊക്കെ മാറി കേട്ടോ, സെറ്റായി വന്ന്. അപ്പോൾ അടിപൊളിയായിട്ട് അതൊക്കെ കഴിച്ചു. രാത്രിത്തെ ഇന്നത്തെ ഫുഡിൻ്റെ ഇതാണ്. ഇനി വേറൊന്നും കഴിക്കാനുള്ള ഇടവരുത്തരുത്, വിശക്കരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. താങ്ക് യു സോ മച്ച്.